ഹലോ ഗൈസ്, ജപ്പാൻ സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഹിരോഷിമയിലാണ്, അതായത് വേൾഡ് വാർ 2 ആറ്റം ബോംബിട്ട സ്ഥലം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്ക്. വേൾഡ് വാർ 2 അപകടത്തിൻ്റെ പ്രതി ഉണ്ടാക്കിയ ഒരു പാർക്കാണിത്. അപ്പോൾ ഇതാണ് മറ്റേ ന്യൂക്ലിയർ ബോംബ് ഇട്ടപ്പോൾ തകർന്നു പോയ ഒരു മോണുമെൻറ്റ്. നമുക്കതിൻ്റെ അവശിഷ്ടങ്ങൾ വകി കാണാൻ പറ്റും. ഇവിടെ ഇപ്പോഴും ചെറിയൊരു റേഡിയോ ആക്റ്റീവ്നെസ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളുടെ ഹ്യൂമൻ ബോഡിക്ക് താങ്ങാൻ പറ്റിയ ഒരു റേഡിയോ ആക്റ്റീവ്നെസ് ആണ് അവിടെ. ജപ്പാൻ ഗവൺമെൻറ്റിന് ഒരു അപ്രിസിയേഷൻ കൊടുക്കേണ്ടതാണ്. ലൈക്ക് ഒരു 80 years ബിഫോർ വെറും ശവപ്പറമ്പായ ഒരു സ്ഥലം അവരിങ്ങനെ ഈ രീതിയിൽ ഡെവലപ്മെൻറ്റ് എടുക്കുക എന്ന് വെച്ചാൽ നിസ്സാര കാര്യമൊന്നുമല്ല. ഗൈസ്, ഇതൊരു ക്യാൻസർ ബാധിച്ച് മരിച്ച പെങ്കൊച്ചിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു മോണുമെൻ്റാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം. ഇവിടെ നമുക്ക് ഹിരോഷിമയിലെ നാഗസാക്കിയിലിട്ട ബോംബിൻ്റെ ഒരു റിപ്ലിക്ക മോഡൽ കാണാൻ പറ്റും. അതല്ലാണ്ട് ഇവിടുത്തെ പഴയ ബിഫോർ ബോംബിങ്ങും ആഫ്റ്റർ ബോംബിങ് വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചയിൽ കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ കാണുന്നതാണ് ഹിരോഷിമയിലിട്ട ന്യൂക്ലിയർ ബോംബ്. പിന്നെ ഇത്തിരി വലിയ സാധനം പറഞ്ഞാൽ നാഗസാക്കിയിലിട്ടത്, അതാണ് നമ്മൾ അടുത്തതിൽ കാണുന്നത്. ഇതാണ് നമ്മൾ ആദ്യം കണ്ട ഒരു മോണുമെൻറ്റ്. അതിൻ്റെ ബിഫോറാണിത്, ആഫ്റ്റർ ബോംബിംഗ് ആണ് ഈ കോലം. അപ്പോൾ ഗൈസ്, ഇതാണ് 1945 ഹിരോഷിമേൻ്റെ ഒരു ബിഫോർ ലുക്ക്, ബിഫോർ ബോംബിങ്. പിന്നെ ബോംബ് വീണപ്പോൾ ഉള്ള കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും. ഗൈസ് അങ്ങനെ സൺസെറ്റായി.
അപ്പോൾ നമ്മൾ ഹിരോഷിമയിലെ ഈ എപ്പിസോഡോട് തീരുന്നതാണ്. ഉടനെ ഞങ്ങൾ പുതിയൊരു എപ്പിസോഡായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.